ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുള്ള ഒരു വലിയ കാര്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കാത്ത പരിഗണന അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ലഭിക്കുക എന്നുള്ളത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരുന്ന സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അത്തരക്കാർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ അവർ പൊതുസമൂഹത്തോട് വിളിച്ചു പറയും അയാളായിരുന്നു നല്ല മനുഷ്യനെന്ന്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കടന്നു പോകുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ പരിഹസിച്ചവരാണ് നമ്മളിൽ പലരും. അദ്ദേഹം ഇന്ന് അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങിയപ്പോൾ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായി രാജ്യത്തുണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ കാര്യങ്ങളെക്കുറിച്ച് പബ്ലിക് കേരള വളരെ വിശദമായി പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രിട്ടൻ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡേവിഡ് കാമറൂൺ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഫോർ ദി റെക്കോർഡിലെ ചില വരികളാണ്. ആ വരികളിൽ അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ്. അത് ഓരോ ഇന്ത്യക്കാരനും ഒരു നിമിഷത്തിൽ ആഗ്രഹിച്ചു പോയ കാര്യമാണ്. പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് ശക്തമായ രീതിയിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു തിരിച്ചടി, കള്ളക്കഥകൾ കൊണ്ടല്ല, കൃത്യമായ രീതിയിലുള്ള ഒരു തിരിച്ചടി രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. അത് നൽകാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് തയ്യാറായി നിന്നിരുന്നു എന്നാണ് ഡേവിഡ് കാമറൂൺ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഫോർ ദി റെക്കോർഡിൽ വളരെ വ്യക്തമാക്കി പറയുന്നത്. ഇത് വ്യക്തമായ തെളിവോടുകൂടി കിട്ടിയ ഒരു കാര്യമാണ്. വ്യക്തമാക്കുന്നത് 2011 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇനിയൊരു ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ എല്ലാ ശ്രമങ്ങളെയും തച്ചുടച്ചുകൊണ്ടുള്ള ഒരു സൈനിക നീക്കം ഇന്ത്യ നടത്തും എന്നാണ് ഡേവിഡ് കാമറൂൺ മൻമോഹൻ സിംഗിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് എത്രത്തോളം ശക്തമായ രീതിയിൽ ഇന്ന് തിരിച്ചറിയുക. നമുക്കറിയാം BJPയും സംഘപരിവാർ സംഘടനകളുമൊക്കെ കോൺഗ്രസ് ഭീകരവാദത്തിനെതിരെ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് 2008 നമുക്കറിയാവുന്ന ഒരു വലിയ വിഷയമാണ്. 2008 രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമാണ് മുംബൈയിൽ നടന്നത്. എന്നാൽ 2011 മുംബൈയിൽ ഒരു ഭീകരാക്രമണം നടന്നിരുന്നു. ആ ഭീകരാക്രമണം എന്ന് പറയുന്നത് 3 ഇടങ്ങളിൽ ഒരേ സമയം സ്ഫോടനമുണ്ടാവുകയാണ്. 26 പേർ അതിൽ കൊല്ലപ്പെടുകയും 130 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു വലിയ സ്ഫോടനം. ഈ സ്ഫോടനത്തിന് ശേഷമാണ് മൻമോഹൻ സിംഗ് ഡേവിഡ് കാമറൂണിനോട് പറഞ്ഞത് ഇനിയൊരു ആക്രമണം പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ നേരിൽ നിന്നും ഇന്ത്യക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ ഒരു സൈനിക നീക്കം നടത്താൻ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഉറച്ച സ്വരത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞതായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഫോർ ദി റെക്കോർഡ്സ് എന്ന ഡേവിഡ് കാമറൂണിൻ്റെ പുസ്തകത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി എന്തു വേണം? രാജ്യത്തെ സ്നേഹിച്ചിരുന്നു, രാജ്യത്തിൻ്റെ സുരക്ഷ കോൺഗ്രസ് ഉറപ്പുവരുത്തിയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് അതിന് നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവുകൾ ഇനി ആവശ്യമില്ല. കാരണം 2010 മുതൽ 2016 വരെ 3 പ്രാവശ്യം അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ആ വേളയിലാണ് ഇന്ത്യയുടെ പ്രതിസന്ധിയെ അദ്ദേഹം മനസ്സിലാക്കുന്നത്. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് എടുത്ത നടപടികളെക്കുറിച്ച് പഠിക്കുന്നത് അപ്പോഴാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുള്ളത്. ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് തവണ ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുമുണ്ട്. അതൊരു ഇന്ത്യയുടെ നേട്ടമായി തന്നെ കാണണം. അതിൻ്റെ നേട്ടത്തിന് കാരണം ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. കാരണം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ശക്തന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ്. അതും ഡേവിഡ് കാമറൂൺ എന്ന് പറയുമ്പോൾ ലോക പ്രശസ്തരിൽ ഇടം നേടിയ ഒരു പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇത്രത്തോളമുള്ള വാക്കുകൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേരിൽ കടന്നു വരുമ്പോൾ അത് വലിയ പ്രശസ്തിയാണ് നമ്മുടെ രാജ്യത്തിന് നൽകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ ആ വരികൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണത്തെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയുമൊക്കെ രാഷ്ട്രീയ നേട്ടത്തിൻ്റെ പേരിൽ ബഡായിയായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ എത്രത്തോളം കരുതലോടുകൂടിയായിരുന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ സുരക്ഷയെ
മൻമോഹൻ സിംഗ് കൈകാര്യം ചെയ്തതെന്ന് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.